പണ്ട് പണ്ട് മക്കയിലേക്കും മദീനയിലേക്കുമുള്ള യാത്രക്കിടയിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ തവണ സഞ്ചരിച്ചൊരു പ്രദേശം കൂടിയാണ് സൗദിയിലെ യാംബു പ്രദേശം. ഈ പ്രദേശത്ത് ഒരു പുരാതനമായ ഒരു കച്ചവട കേന്ദ്രം അഥവാ സൂക്കുണ്ട്. സൂക്കല്ലയിൽ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം 500 വർഷത്തെ കഥ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചരിത്രം ചികഞ്ഞു പോയാൽ ഏതാണ്ട് 2500 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രത്തിലേക്കാണ് എത്തുക. ഈ സൂക്കിൻ്റെയും യാംബു പ്രദേശത്തിൻ്റെയും കഥയാണ് പറയുന്നത്. സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ തീരം. അവിടെയുള്ള ചെങ്കടലിന്റെ തീരത്താണ് യാംബു നഗരം. ഒരു അസൽ ചരിത്രരത്നം. ഏകദേശം 2500 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ യാംബുവിന്. സ്ഥലം ഇസ്ലാമിന് മുന്നേയുള്ള കാലത്തിൽ തന്നെ പ്രശസ്തമാണ്. പുരാതന യമനിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള സുഗന്ധദ്രവ്യങ്ങളുടെയും ധൂപത്തിന്റെയും പ്രധാന വ്യാപാര പാതയിലെ നിർണായക സ്റ്റോപ്പായിരുന്നു യാംബു. ഈജിപ്തിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന ഒട്ടക കാരവാനുകൾ ഇവിടെ വിശ്രമിക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്തു. ഗ്രീക്ക് ചരിത്രകാരനായ ഡയാഡോറസ് സിക്കുലസ് പോലും ഷർറം യാംബു എന്ന പേരിൽ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട്. ഇന്നും പഴയ കോറൽ കല്ലുകളാൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ആ പുരാതന കാലത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നു. നമ്മെ ഒരു ടൈം മെഷീനിലൂടെ കടത്തിവിടുന്ന പോലെ. ഉറവ് എന്നാണ് യാംബു എന്ന വാക്കിനർത്ഥം. പുരാതന കാലത്ത് നിരവധി ഉറവകളാൽ സമ്പന്നമായിരുന്നത്രേ ഈ സ്ഥലം. റെഡ് സീ തീരത്തെ ഈ തുറമുഖ നഗരം പുരാതന കാലം മുതൽ കച്ചവട കേന്ദ്രമായി പ്രസിദ്ധമാണ്. യമന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ധൂപം, തേൻ, ഈന്തപ്പഴം എന്നിവ ഇവിടെ എത്താറുണ്ട്. കപ്പൽ കയറി അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അണയും. പതിയെ അക്കാലത്ത് ഒരു തിരക്കേറിയ ഹബ്ബായി യാംബു മാറി. പിന്നീട് ഒട്ടോമൻ കാലഘട്ടത്തിലും ബ്രിട്ടീഷ് യുഗത്തിലും ഈ തുറമുഖം തിരക്കു പിടിച്ച് പ്രവർത്തിച്ചു. ലോറൻസ് ഓഫ് അറേബ്യ പോലുള്ളവർ ഇവിടെ താവളമടിച്ചു. ഇന്ന് വ്യവസായ നഗരമായെങ്കിലും പഴയ തുറമുഖവും സൂക്കുകളും ആ പഴയകാല ബഹളത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നു. അഞ്ഞൂറ് വർഷം മുന്നേയാണ് യാംബുവിലെ പ്രധാന സൂക്കിന് തുടക്കം കുറിക്കുന്നത്. അതിനു മുൻപ് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടി പറയാം. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് തന്നെ യാംബു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ നിന്നും പ്രവാചകന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈനിക നീക്കങ്ങൾ പലതും കടന്നുപോയത് ഇതുവഴിയാണ്. ഇതിനാൽ തന്നെ ആദ്യകാലത്ത് ഇസ്ലാമിക സഖ്യത്തിന്റെ ഭാഗമായി ചേർന്ന പ്രദേശം കൂടിയാണ് യാംബു. ഇന്ന് മദീന പ്രവിശ്യയിലാണ് യാംബുവിന്റെ സ്ഥാനം. ഇസ്ലാമിന്റെ വ്യാപനത്തോടെ യാംബു ഹജ്ജ് തീർത്ഥാടകരുടെയും പ്രധാന തുറമുഖമായി മാറി. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും വരുന്ന കപ്പലുകൾ ഇവിടെയായിരുന്നു നങ്കൂരമിട്ടത്. തീർത്ഥാടകർ ഇവിടെ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും 2 വഴിയിലൂടെ പോകും. റെഡ് സീയിലെ ഈ തുറമുഖം ഇസ്ലാമിക ലോകത്തിന്റെ ഒരു കവാടമായി അന്ന് മാറി. ഒട്ടോമൻ കാലത്തും ഈ പങ്ക് തുടർന്നു.
പഴയ മസ്ജിദുകളും കോറൽ കെട്ടിടങ്ങളും ആ കാലഘട്ടത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുന്നു. യാംബുവിനപ്പുറം ദുബൈയിലേക്കും തബൂക്കിലേക്കും പോയാൽ യാംബുവിനെ ബന്ധിപ്പിച്ച തീർത്ഥാടക വഴികൾ അവിടെ കാണാം. ഇന്ന് യാംബു അൽ ബലദി എന്ന പഴയ ഭാഗം ഒരു ജീവനുള്ള മ്യൂസിയമാണ്. പ്രവാചക കാലത്തിന്റെ കാറ്റ് അനുഭവപ്പെടുന്ന സ്ഥലം. യാംബുവിന്റെ ഹൃദയഭാഗത്ത് ചെങ്കടൽ നോക്കി നിൽക്കുന്ന സൂക്കല്ലയിൽ ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വിപണിയാണ്. പഴയ കാലത്ത് മത്സ്യത്തൊഴിലാളികളും നാവികരും രാത്രിയിൽ കടലിലേക്ക് പോകും മുമ്പ് സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ വന്നതാണ് ഇതിന്റെ പേര് വരാൻ കാരണം. മറ്റു സൂക്കുകൾ അഥവാ കച്ചവട സ്ഥലങ്ങൾ സൂര്യാസ്തമയത്തോടെ അടക്കുന്നതായിരുന്നു അന്നത്തെ സ്ഥിതി. പക്ഷെ ഈ സൂക്ക് രാത്രി മുഴുവൻ തുറന്നിരിക്കും. അതാണ് രാവിന്റെ കച്ചവട കേന്ദ്രം എന്നർത്ഥം വരുന്ന സൂക്കല്ലേൽ എന്ന് പേരിന് പിന്നിൽ. മത്സ്യം, തേൻ, മജ്ലദ് ഇനം ഈന്തപ്പഴം, സുഗന്ധദ്രവ്യം, മൈലാഞ്ചി എന്നിവ ഈ മാർക്കറ്റിൽ അന്ന് മുതലേ ലഭ്യമാണ്. ഇന്ന് മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് ഈ സൂക്ക്. പഴയ കോറൽ കെട്ടിടങ്ങൾക്കിടയിൽ 100 കണക്കിന് കടകൾ, പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ, ഹസ്തകലകൾ. രാത്രി നടന്നാൽ കടൽക്കാറ്റും ബഹളവും ചിരിയും ചേർന്ന് ഒരു മികച്ച അന്തരീക്ഷം ഈ പ്രദേശം സൃഷ്ടിക്കുന്നു. ഒരുപാട് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏരിയകളും വളരെ പ്രസിദ്ധമായ കുറേ ചരിത്രങ്ങളും ഇന്ന് ഇവിടെ അതിൻ്റെ ഗൈഡൻസും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവിടുന്ന് ആര് വന്നാലും അത് അറിയാനും അത് അനുഭവത്തിലും അത് ചരിത്രപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും അതുമായിട്ട് ഇവിടെ വിശദീകരിക്കാനും അതിൻ്റെ എല്ലാ പരമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഹിജാസി വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഇവിടുത്തെ ഓരോ കെട്ടിടവും. പവിഴപ്പുറ്റുകളും കല്ലുകളും ഉപയോഗിച്ചാണ് പുരാതന വീടുകളുടെ നിർമ്മാണം. റവാഷൻ എന്നറിയപ്പെടുന്ന കൊത്തുപണികൾ, നിറഞ്ഞ തടിയിൽ തീർത്ത ജനാലകൾ ഈ തെരുവിന് നൽകുന്നത് രാജകീയ പ്രൗഢിയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പ്രസിദ്ധനായിരുന്ന ലോറൻസ് ഓഫ് അറേബ്യ എന്ന ടി.ഇ. ലോറൻസ് താമസിച്ചിരുന്ന ഭവനം ഇന്നും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഡെയിലി നൈറ്റ് മാർക്കറ്റിൽ വരാറുണ്ട്. പിന്നെ സൂക്ക് പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ടീ ഓർ കോഫി ഒക്കെ ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട്. കൂടുതൽ ഡെയിലി നൈറ്റിലാണ് ഞങ്ങൾ വരാറുള്ളത്. സൂര്യാസ്തമയത്തോടെ വേണം ഈ സൂക്കിലെത്താൻ. ഇന്നും സുഗന്ധവ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളും അറേബ്യൻ രുചികളും ഊഷ്മളമായ അന്തരീക്ഷവും ഇവിടെ ലഭിക്കും. 1916-17 കാലഘട്ടങ്ങളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള സമയത്ത് അറബികൾക്കിടയിൽ അറബികളെപ്പോലെ തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഒരു ബ്രിട്ടീഷുകാരനായിരുന്ന ലോറൻസ് ഓഫ് അറേബ്യ, ടി.ഇ. ലോറൻസ്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ
ഇപ്പോഴും അതേപടി തന്നെ സംരക്ഷിച്ച് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1836 സനൂസി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ബിൻ അലി സനൂസി അദ്ദേഹം സ്ഥാപിച്ച സനൂസി മസ്ജിദ് അത് ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പഴമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കാവുന്ന ഒരിടം കൂടിയാണ് സൂക്കല്ലേൽ. ചരിത്രത്തിന്റെ സ്പർശം കൂടി ചേരുന്നതാണ് ഇതിനകത്തു കൂടിയുള്ള യാത്ര. അവിസ്മരണീയമാണ് ഓരോ വഴികളും.